2022 നവംബർ 23 അറേബ്യൻ പീഠഭൂമികൾക്ക് ആവേശത്തിന്റെ അവധി ദിനമായിരുന്നു. കാരണത്തിലേക്കൊന്ന് ചികഞ്ഞന്വേഷിച്ചു പോയാൽ 22 രാത്രി സലീം അൽ ദൗസരി എന്ന് പറയുന്ന ഒരു ജിദ്ദക്കാരൻ ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയുടെയും അർജന്റീനിയൻ ജനതയുടെയും നെഞ്ചിലേക്ക് അടിച്ചിറക്കിയ ഒരു വെടിയുണ്ടയാണ്. അതെ, നിറകവിഞ്ഞൊഴുകിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയും സംഘവും വേൾഡ് കപ്പിന്റെ മുറ്റത്തേക്ക് എത്തുന്നത്. ഖത്തറിന്റെ ലുസൈൽ വേദിയിൽ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതും ബദ്ധവൈരികളല്ല, ഫുട്ബോൾ ലോകത്ത് വലിയ രീതിക്ക് ചർച്ചാ വിഷയമായി തീരുന്നവരുമല്ല, സൗദി അറേബ്യയാണ്. അറബികൾ മൊത്തമായി ലിയണൽ മെസ്സിയെയും സംഘത്തെയും കളിയാക്കാൻ ആരംഭിച്ചു. വേർ ഈസ് മെസ്സി എന്ന ടാഗ് ലൈനുകൾ ഉയർത്തിക്കൊണ്ട് നടന്നു. അതെ, ലോകമെമ്പാടും അയാൾക്ക് മുമ്പിൽ ട്രോളുകൾ മാത്രം വിരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ മത്സരത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ലിയണൽ ആൻഡ്രിയാസ് മെസ്സി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഞങ്ങൾ ഒരു മത്സരത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ ഞങ്ങളുടെ ആരാധകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നാണ്. ഈ ടീം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ്. പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് 2022 ഖത്തർ വേൾഡ് കപ്പ് ചുമലിലേറ്റിക്കൊണ്ട് ഒരു കറുത്ത ജുബ്ബയും ധരിച്ച് ലിയണൽ ആൻഡ്രിയാസ് മെസ്സി എന്ന രാജകീയ മനുഷ്യൻ ആ വേൾഡ് കപ്പുമായി തന്റെ താരങ്ങളുടെ അടുത്തേക്ക് നീങ്ങുന്നതാണ്. ആ ഫൈനലിന്റെ പോരാട്ട വീതി പോലും ഇന്നും ഒരു ആരാധകനും മറക്കാൻ സാധ്യതയില്ല. എംബാപ്പെ എന്ന ഒറ്റയാന്റെ മുമ്പിൽ അർജന്റീന മുട്ടുകുത്തുമോ എന്ന് വിചാരിച്ച നിമിഷം. പക്ഷേ അയാളെ വെട്ടിനുറുക്കിക്കൊണ്ട് ലയണൽ മെസ്സി എന്ന ലോകരാജാവ് ആ കിരീടവും ചൂടിയിട്ടാണ് ഖത്തറിന്റെ പടിയിറങ്ങിയത്. അതെ, നിറപ്രതീക്ഷകളോട് കൂടിയിട്ട് തന്നെയാണ് 2026 വേൾഡ് കപ്പിലേക്ക് സ്കലോണിപ്പട ഒരുങ്ങി തയ്യാറാകുന്നത്. സാക്ഷാൽ ലിയണൽ ആൻഡ്രിയാസ് മെസ്സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലിയോയുടെ ചുവടുകൾക്ക് നിഴലായി മാറാൻ ഒരു പറ്റം യുവതാരങ്ങളെയും എക്സ്പീരിയൻസ് താരങ്ങളെയുമാണ് ഇത്തവണ ലിയണൽ സ്കലോണി ടീമിലെടുത്തിട്ടുള്ളത്. നമുക്ക് സ്ക്വാഡ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അർജന്റീനയുടെ ഗോൾ വലക്ക് കീഴിൽ എമിലിയാനോ മാർട്ടിനസ് എന്ന എതിരാളികളുടെ വില്ലനും അർജന്റീനയുടെ മാലാകയുമായ മനുഷ്യന്റെ അപ്പുറത്തേക്ക് മറ്റൊരാളില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അയാൾക്ക് പകരം മറ്റൊരാളെ അർജന്റീന ഇത്തവണ കാണുക എന്നുള്ളത് സ്വപ്നം മാത്രമായി തീരും. കാരണം അയാൾ പകരം വെക്കാനില്ലാത്ത ഒരു ഗോൾ കീപ്പർ കൂടെയാണ്. പക്ഷേ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കരസ്ഥമാക്കിയത് മൂസോയും റുള്ളിയുമാണ്. എന്നാലും അർജന്റീനയുടെ ആ ഒരു ഗോൾ കീപ്പിംഗ് നിര ഭദ്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. ഇനി പ്രതിരോധത്തിലേക്കൊന്ന് പോകാം. അർജന്റീന ഇത്തവണ ഇറക്കി വിടുന്നത് പ്രതിരോധത്തിലെ മികച്ച ആയുധങ്ങൾ തന്നെയാണ്. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ അതിലുണ്ട്. വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളും അതിലുണ്ട്. യുവതാരങ്ങളെയും നിലനിർത്തിയിട്ടാണ് ഇത്തവണ സ്കലോണി ആ ഒരു പ്രതിരോധം തീർത്തിട്ടുള്ളത്. സ്കലോണി പടയുടെ പ്രതിരോധത്തിൽ ഒന്നാമൻ ആ ടീമിന്റെ നെടുന്തൂണാണ്. അതെ, വൈസ് ക്യാപ്റ്റനും ഏതറ്റം വരെ പോരാടാനും തയ്യാറായ എതിരാളികൾക്ക് മുന്നിൽ ഒരു വില്ലനായി അവതരിക്കുന്ന നിക്കോളാസ് ഒട്ടമെന്റി. അയാളുടെ പോരാട്ട വീരത്തിന് മുമ്പിൽ പല യുവതാരങ്ങളും മുട്ടുകുത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. കൂടെയുള്ളത് ആ ബാഡ്ജിന് വേണ്ടിയും സാക്ഷാൽ ലിയണൽ ആൻഡ്രിയാസ് മെസ്സിക്ക് വേണ്ടിയും ഏതറ്റം വരെ പോരാടാൻ കർമ്മധീരരായ പോരാട്ട വീര്യമുള്ള താരങ്ങൾ തന്നെയാണ്. അങ്ങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിക്കളത്തിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് ചെകുത്താൻ വേഷമണിഞ്ഞുകൊണ്ട് അർജന്റീനയുടെ പ്രതിരോധത്തിലുണ്ട്. കൂടെ ടെഗ്ലിയഫിഗോയുമുണ്ട്. ഏതൊരു എതിരാളിയുടെ മുമ്പിലും തലകുനിക്കാത്ത ക്രിസ്ത്യൻ റൊമേറോയും വെടിയുണ്ട കണക്കിന് ഷോട്ടുകൾ എതിരാളികളുടെ പാലകത്തിലേക്ക് അടിച്ചു കയറ്റുന്ന നാഹുവൽ മൊലീനയും ഈ പ്രതിരോധ നിരയിലെ ഏറ്റവും വലിയ മൂർച്ചയുള്ള കണ്ണികളാണ്. കൂടെ ഇത്തവണ അർജന്റീനയ്ക്ക് അഹങ്കാരമായി തീരുന്നത് അവരുടെ യുവതാരങ്ങളായ ഫക്കുണ്ടോയും ബെല്ലേർഡിയുമായിരിക്കും. അതെ, ഇവരും കൂടെ ചേരുമ്പോൾ ആ പ്രതിരോധത്തിന് വല്ലാതെ മുഞ്ചി തീർക്കുന്നുണ്ട്. ഇനി മധ്യനിരയിലേക്കൊന്ന് വരാം. ലോക ഫുട്ബോളിൽ വേൾഡ് കപ്പിലേക്ക് ഓരോ രാജ്യവും എത്തി നിൽക്കുമ്പോൾ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് ഓരോരുത്തരുടെ മധ്യനിര തന്നെയാണ്. പക്ഷേ ഒട്ടും പിറകോട്ട് പോകാനില്ലാത്ത ഒരു പടയൊരുക്കം തന്നെയാണ് സ്കലോണി ഇത്തവണ അമേരിക്കയിലേക്ക് അവരുടെ അർജന്റീനിയൻ ടീമിനെ പറഞ്ഞയക്കുന്നത്. അതെ, മധ്യനിരയിലും തികഞ്ഞ ആധിപത്യം തന്നെ അർജന്റീനക്കുണ്ട് എന്നർത്ഥം. കൊല്ലാനും ചാകാനും തയ്യാറായിട്ടുള്ള ഒരു പറ്റം പോരാളികളാണ് ആ മധ്യനിരയിൽ അരങ്ങു തകർക്കുന്നത്. വലത്തു നിന്ന് ആദ്യം ഏതൊരു എതിരാളികൾക്ക് മുമ്പിലും തലകുനിക്കാനാവാതെ തന്റെ പോരാട്ട വീര്യം കൊണ്ട് ആ ബാഡ്ജിന് വീണ്ടും ഒരു സ്റ്റാർ അംഗം അണിയിച്ചു കൊടുക്കാൻ ലിയാൻഡ്രോ പെരഡസ്. തൊട്ടടുത്ത് നിൽക്കുന്നത് ലിവർപൂളിന്റെ മാന്ത്രിക വേഷത്തിൽ ഇറങ്ങേറിയ ഒരു മജീഷ്യനാണ്. പേര് അലക്സിസ് മെക്കലിസ്റ്റർ. മധ്യത്തിൽ ഉറപ്പിക്കുന്നതാവട്ടെ മെസ്സിക്ക് വേണ്ടി ചങ്ക് പറിക്കാനും ഈ ടീമിന് വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ തയ്യാറായ റോഡ്രിഗോ ഡി പോളും. ഇനി വലത്തെ സൈഡിലേക്കൊന്ന് നോക്കിയാൽ അവിടെ ലൊസെൽസിയോയും നിലയുറപ്പിക്കുന്നുണ്ട്. അതെ, അർജന്റീനയുടെ മിഡ്ഫീൽഡ് നിര ഭദ്രം തന്നെയാണ്. ഇനി ഇവർക്ക് മുമ്പിലായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ് എങ്ങനെയാണ് സ്കലോണി പടയൊരുക്കിയിട്ടുള്ളത് എന്നറിയണ്ടേ. യുവതാരങ്ങളുടെ പടയൊരുക്കമാണ് അവർക്ക് മുമ്പിലായിട്ട് സ്കലോണി നിരത്തിയിട്ടുള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അർജന്റീനയുടെ കാവലാളായി മാറുന്ന എൻസോ ഫെർണാണ്ടസ് ഉണ്ട്. കൂടെ യുവനിരയുടെ പ്രതീക്ഷയായിക്കൊണ്ട് വാലന്റിയൻ ബാർക്കോയും പാൽക്കസും ബൂട്ടണിയുന്നുണ്ട്. വാവ്, എന്തൊരു പ്രതിരോധമാണല്ലേ!
യുവനിരയും എക്സ്പീരിയൻസും കൂടെ ഒത്തുചേരുമ്പോൾ അർജന്റീന മറ്റൊരു വേൾഡ് കപ്പിന് കൂടെ കൊതിക്കുന്നുണ്ട്. സ്കലോണിപ്പട ആ വേൾഡ് കപ്പ് നേടിയിട്ട് മടങ്ങുകയുള്ളൂ എന്നുള്ള സൂചനകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നേറ്റ നിരക്കാരിലേക്ക് വരാം. തീർച്ചയായും എടുത്തു പറയേണ്ടത് ഈ അക്രമകാരികളെ മറ്റുള്ള ടീമുകൾ ഒന്ന് ഭയപ്പെട്ടേക്കാം. ഇനി ചിലപ്പോൾ കുറച്ച് പേരുകൾ ഉറവിടുമ്പോൾ അതിൽ ചിലപ്പോൾ ഏഞ്ചൽ ഡിമരിയയെയും ഡിബാലയെയും പറഞ്ഞെന്ന് വരില്ല. കാരണം അവരുടെ വിടവാങ്ങൽ അതല്ലെങ്കിൽ അവരുടെ പോരായ്മ ഈ ടീമിൽ ഏതൊരു ആരാധകനെയും മുഖം ചുളിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. മുന്നേറ്റ നിരയിലെ ആദ്യത്തെ പേര് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 28-കാരനായ നിക്കോളാസ് ഗോൺസാലസ് ആണ്. അതെ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സ്കലോണി താരത്തെ ടീമിലെടുത്തിട്ടുള്ളത്. കൂടെ ഒരു കൂട്ടം പ്രതീക്ഷയുമായി തിയാഗോ അൽമാഡയും ജൂലിയാനോ സിമിയോണിയും കളിക്കളത്തിലുണ്ട്. മറ്റൊരുത്തൻ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അർജന്റീനയുടെ കാവലാളായി മാറുന്ന സ്പൈഡർമാൻ ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ദ സ്പൈഡർ എന്ന വിളിപ്പേര് നൽകിയ ഹ്യൂലിയൻ അൽവാറസ്. അതെ, 2022 വേൾഡ് കപ്പിലെ ക്രൊയേഷ്യക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ അയാൾ തകർത്താടിയ നിമിഷങ്ങൾ ഇന്നും ഒരു ആരാധകനും മറന്നു കാണില്ല. കൂട്ടത്തിൽ അങ്ങ് ഇന്റർ മിലാനിൽ നിന്നും അർജന്റീനയുടെ കാളക്കൂറ്റനായ ലൗതാറോ മാർട്ടിനസും അണിനിരങ്ങുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഒരൊറ്റ പേരാണ്. ആ പേര് പറയാതെ അർജന്റീനിയൻ ടീം പൂർണ്ണമാവുകയില്ല. ആ പേര് പറയാതെ ലോക ഫുട്ബോൾ പൂർണ്ണമാവുകയില്ല. അതെ, പേര് ലിയണൽ ആന്ദ്രിയാസ് മെസ്സി എന്നാണ്. 2022 വേൾഡ് കപ്പ് ലോകം അയാൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് തന്നെയായിരുന്നു. അത് നേടി ഖത്തറിന്റെ വേദിയിൽ നിന്നും വിട പറയുമ്പോൾ വലിയ സൂചനകൾ പിന്നീട് ലിയണൽ മെസ്സി ഫുട്ബോളിന് നൽകിയിട്ടുണ്ട്. തന്റെ 6ാം വേൾഡ് കപ്പിലേക്ക് ലിയണൽ മെസ്സിയുടെ ആ മാന്ത്രിക കാലുകൾ ചലിക്കുമ്പോൾ അർജന്റീനിയൻ പ്രതീക്ഷകൾ ഏറെ വാനോളം ഉയർന്നു നിൽക്കുന്നുണ്ട്. കാരണം അയാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇന്നും ആൽബിസ് സെലസ്റ്റിയൻ ജേഴ്സിയിൽ തിളങ്ങാനായിട്ട് പോകുന്നത് തന്നെ. അയാൾക്ക് വേണ്ടിയാണ് ലിയണൽ സ്കലോണി എന്ന തന്ത്രജ്ഞൻ 2022 വേൾഡ് കപ്പ് പൂർണ്ണമാക്കി കൊടുത്തത്. അയാളാണ് ഇന്ന് ആ ടീമിന്റെ എല്ലാം. അയാളാണ് ലോക ഫുട്ബോളിന്റെ എല്ലാം. അതെ, ലിയണൽ മെസ്സി ഇല്ലാതെ എന്ത് ഫുട്ബോൾ ആണല്ലേ. 6ാം വേൾഡ് കപ്പിന് പടയൊരുക്കം ഒരുങ്ങുമ്പോഴും ആരാധകരുടെ നിറക്കണ്ണുകൾ നിറയുന്നത് ഇനി മറ്റൊരു വേദിയിൽ ഈ ജേഴ്സിയിൽ അയാളെ കാണാൻ സാധിക്കില്ലല്ലോ എന്നാണ്. എന്തായിരിക്കും അർജന്റീനയുടെ ഭാവി എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒന്നെങ്കിൽ 4ാം കിരീടവും ഏന്തിക്കൊണ്ട് ലിയണൽ മെസ്സിയും സംഘവും അർജന്റീനയിലേക്ക് വീണ്ടും വണ്ടി കയറുമോ, അതല്ലെങ്കിൽ അവസാനത്തെ അധ്യായത്തിൽ ഒന്നും നേടാനാവാതെ ലിയണൽ മെസ്സി പടിയിറങ്ങുമോ?